വിശിഷ്ട വ്യക്തികളെ ആദരിക്കുക കൂടി ചെയ്യുന്ന ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിർത്തുന്ന കാര്യത്തിൽ വഹിക്കുന്ന പങ്ക് അത് നമ്മൾ വളരെ ആദരവോടു കൂടി കാണേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമരംഗത്ത് അഭിനയങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ജനാധിപത്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമില്ലാത്ത ഒരു രാജ്യത്തും ജനാധിപത്യ വ്യവസ്ഥിതി ഉണ്ടായിട്ടില്ല, നിലവിലില്ല. കാരണം ഇന്ന് ഭരണാധികാരികൾക്ക് ആകെ ഭയപ്പെടുക അതല്ലെങ്കിൽ അല്പം കരുതലോടെ പ്രവർത്തിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സ്വതന്ത്രമായി മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇന്നിപ്പോ വിഷ്വൽ മീഡിയ ഉണ്ട്, നമ്മുടെ പ്രിന്റ് മീഡിയ പണ്ടേ ഉണ്ട്. അപ്പോ എത്രയൊക്കെ മൂടി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് അതൊക്കെ പുറത്തു കൊണ്ടുവരാണ്. ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വരും എന്നുള്ള ചെറിയൊരു ഉൾഭയം ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരുവിധം നന്നായി പോകും. നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനമുണ്ട്, പക്ഷെ അതേക്കുറിച്ച് പോലും ആക്ഷേപമുണ്ട്. ജുഡീഷ്യൽ പോലും സ്വാധീനിക്കപ്പെടുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ പോലും സ്വാധീനത്തിന് വഴങ്ങുന്നു എന്നുള്ള ആക്ഷേപം നമുക്ക് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ, വൻകിട സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്തിലാണെങ്കിൽ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും വൻകിട കോർപ്പറേറ്റ് സംവിധാനങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളും ഇല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അവിടെ വേറിട്ട് കാണേണ്ടത് അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പോലും എല്ലാവരും ഞാൻ പറയുന്ന കുറേയേറെ പേരെങ്കിലും വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും ആ നിലപാടിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഒരുപക്ഷെ ആ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ സംവിധാനം പറയുന്നത് പൂർണ്ണമായി അതിന് വഴങ്ങാതെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് അവർ നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോഴാണ്. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഒരു കാലത്ത് റഷ്യയിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവിടെ പ്രധാനമായി രണ്ട് പത്രങ്ങളാണ് ഉണ്ടായത്, ഇസ്വസ്തിയായി അതുപോലെ തന്നെ പ്രാവതായി. ഇസ്വസ്തിയ എന്ന് വെച്ചാൽ സത്യം നീതി എന്നൊക്കെയാണ്. പ്രാവത എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നാണ്. അത് നേരെ തിരിച്ചാണ് എന്നാണെങ്കിലും ഈ രണ്ട് പത്രങ്ങളെ സംബന്ധിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ റഷ്യക്കാർ തന്നെ പറയുന്നത് there is no Izvestiya in Pravda and there is no Pravda in Izvestiya. എന്ന് വെച്ചാൽ ഇസ്വസ്തിയയിൽ സത്യവുമില്ല നീതിയുമില്ല, പ്രാവതയിൽ ഈ പറയുന്നത് ന്യൂസും ഇല്ല എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. കാരണം ജനങ്ങൾ വിശ്വസിക്കുന്നത് സർക്കാരിന്റെ ഉടമസ്ഥയിൽ നടക്കുന്ന മാധ്യമങ്ങൾ സർക്കാർ പറയുന്നത് സകല കള്ളത്തിനും എഴുതി വിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ജനകീയ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ ജനങ്ങൾ തന്നെ അത് വായിക്കാൻ പോലും അവിടെ തയ്യാറാവില്ല എന്നാണ് കേട്ടത്. വെറുതെ ചുരുട്ടി ഫേസ്ബുക്കിൽ ഇടുന്ന സാഹചര്യമായിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്ക പോലുള്ള രാജ്യത്ത് പോലും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിലൂടെ ഏറ്റവും ശക്തനായിരുന്ന പ്രസിഡന്റ് നിക്സൺ, റിച്ചാർഡ് നിക്സൺ, അദ്ദേഹം പുറത്തുപോയത് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റുകൾ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ, കൃത്രിമങ്ങൾ, അത് രണ്ട് മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ്. എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവരൊക്കെ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഉദാഹരണം ഒട്ടേറെയുണ്ട്, പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ ഇവിടെ ഒരു ജനകീയ പത്രം എന്നുള്ള പേരിൽ ഒരു പ്രസിദ്ധീകരണം ഇവിടെ ശ്രീ ആർട്സിന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയേറെ നല്ല കാര്യമാണ്. ചെറുതും വലുതുമായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് ഈ 7 പതിറ്റാണ്ട് കാലം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഇതുപോലെ ശക്തമായി കുറവുകളും പറയാമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ എങ്കിലും
ഇന്ന് ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുമെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളോട് അവരുടെ സ്വതന്ത്രമായ നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ പ്രസിദ്ധനായ അമേരിക്കൻ പത്രപ്രവർത്തകൻ വാൾട്ടർ ലിപ്റ്റൺ പറഞ്ഞത് മാധ്യമങ്ങൾ സെർച്ച് ലൈറ്റ് പോലെയാണ്. സെർച്ച് ലൈറ്റ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. മാധ്യമങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളിലേക്കും ഇങ്ങനെ വെളിച്ചം വീശി ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തുന്നത്.